وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സാമ്പത്തിക ഇടപെടലുകളിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവവും അടയാളവും മിതമായ നിലപാടായിരിക്കും. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതും. അവിടുന്ന് പറഞ്ഞത് കാണാം, മിൻ ഫിഖ്ഹിർ റജുലി ഖസ്ദുഹു ഫീ മഈശത്തി. ജീവിതമാർഗത്തിൽ മിതത്വം പാലിക്കുക എന്നത് ഒരാൾ അറിവുള്ളവനാണ്, തത്വജ്ഞാനിയാണ് എന്നതിൻ്റെ അടയാളമാണ്. നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ആദ്യ ദിവസം മുതൽ സാമ്പത്തിക അച്ചടക്കം നാം പാലിച്ചിരിക്കണം. വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെയും കുടുംബങ്ങളെയും മക്കളെയും നാം സെറ്റ് ചെയ്തു വെക്കണം. അതിനാവശ്യമായവയൊക്കെ പഠിക്കണം. ഒരു വ്യക്തിയുടെ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും അതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും പഠിക്കാൻ പല മാർഗങ്ങളും ഇന്നുണ്ട്. അവ നാം ഉപയോഗപ്പെടുത്തണം. പ്രവാസികളാണ്, തീരെ സാമ്പത്തിക അച്ചടക്കമില്ലാത്തവർ. ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മെഴുകുതിരിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളത്തേക്കാൾ ഉപരി മാതാപിതാക്കളെയും ഭാര്യമക്കളുടെയും സഹോദര സഹോദരിമാരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവരാണവർ. അവസാനം കൊടുത്തുവിട്ടാൻ കഴിയാത്ത അത്ര കടക്കാരനാവുകയും ടെൻഷനുകൾ കാരണം പലതരം അസുഖങ്ങൾക്ക് അടിമപ്പെടുകയും അവസാനം പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്താൽ സ്വന്തക്കാർ പോലും വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇത് സാമ്പത്തിക അച്ചടക്കമില്ലാത്തത് കൊണ്ടും ഇത്തരം വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടുമാണ്. വ്യക്തമായ സാമ്പത്തിക പ്ലാൻ ഉണ്ടാക്കുകയും നമ്മുടെ ശമ്പളവും വരുമാനവുമൊക്കെ മാതാപിതാക്കളെയും ഭാര്യമക്കളെയും അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളെ പറയാവൂ എന്നവരെ ഉണർത്തുകയും വേണം. കുടുംബിനികൾക്കും ഈ വിഷയത്തിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഒരു പ്രവാസിയുടെ ജോലിഭാരവും ജീവിതവും ഭക്ഷണവും നാം മനസ്സിലാക്കിയാവണം നമ്മുടെ ആവശ്യങ്ങളും പോരായ്മകളും ഭർത്താവിനോട് പറയാൻ. നാട്ടിലെ മാമൂലുകൾക്ക് മുഴുവനും നാം അടിമപ്പെട്ടു പോകരുത്. അതിലേറെ ഭാര്യമാരും മക്കളുമൊക്കെ കുടുംബനാഥൻ്റെ വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ആവശ്യമായ ദിക്റുകളും സ്വലാത്തുകളും ദുആകളും പതിവാക്കണം. അതിൽ സുപ്രധാനമാണ് സൂറത്തുൽ വാഖിയ പതിവായി പാരായണം ചെയ്യുക എന്നത്, സുബഹി നിസ്കാരം ഖളാ ആവാതെ നിർവഹിക്കുക എന്നത്, വിർദുൽ ലത്തീഫ്, റാത്തിബുൽ അത്താസ്, ഹദ്ദാദ് റാത്തിബ് പോലുള്ള വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അസറുകളിലും വന്ന ദിക്റുകളുടെ ക്രോഡീകരണങ്ങളും ജീവിതത്തിൽ പതിവാക്കുക. നിസ്കാരശേഷവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേയുമുള്ള ദിക്റുകൾ മുടങ്ങാതെ ചൊല്ലുക. ഇതെല്ലാം നമ്മുടെ ഭർത്താവിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും സമ്പാദ്യത്തിലും ബറക്കത്തുണ്ടാവാൻ കാരണമാണ്. അതോടൊപ്പം ഇസ്തിഗ്ഫാറും ഹംദും വർദ്ധിപ്പിക്കുക, ചെറുതാണെങ്കിലും ആവുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിന് വലിയ നന്ദി ചെയ്യാൻ കാരണമാകും. അല്ലാഹു നന്ദിയുള്ളവരിൽ നാം പെട്ടാൽ തന്നെ നമുക്ക് ബറക്കത്തും ഖൈറും വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.